ഫ്രണ്ട്സ്, എന്നത്തെ പോലെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഓമയ്ക്ക തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ കണ്ടോ, ഓമയ്ക്ക നമുക്ക് ഓമമരമുണ്ട് ഇവിടെ. അവിടുന്ന് അതിട്ട് കഴുകി ചെത്തിക്കൊണ്ട് വന്നേനെ. ഇത് നമുക്ക് കൊത്തിപ്പൊടിച്ചെടുക്കണം. എടുത്തിട്ട് തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഓമയ്ക്ക കൊത്തിപ്പൊടിച്ചെല്ലാം വെച്ച് അതിൻ്റെ സൈഡിൽ ഒരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓമയ്ക്ക കൊത്തിപ്പൊടിച്ചെന്ന് പറഞ്ഞാൽ നല്ലോണം കൊത്തിപ്പൊടിച്ചില്ല, അത് പൊട്ട ഓമയ്ക്കാണ്. അപ്പം അത് നോക്കിയാണ് എടുത്തില്ലെങ്കിൽ ഒരു മധുരം വരും. അത് കാരണം കൊത്തിപ്പൊടിക്കുമ്പോൾ അങ്ങ് തെറിച്ച് പോകുന്നു. കാരണം ചെറുതായിട്ട് കണ്ണിലിട്ടാ പറ്റാത്ത വിധത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ചേർക്കാനായിട്ട് ഇതേണ്ട വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, തേങ്ങ. ഇത്രയൊന്നും തേങ്ങ നമുക്ക് ചതച്ചുകൊണ്ട് വരണം. ഈ ചൂടത്ത് ഓമയ്ക്ക തോരനും ഉള്ളിത്തോരനും അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം മറ്റ് ആവശ്യമില്ലാത്ത ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ശരീരത്തിന്. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. നമ്മൾ തേങ്ങ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഇടാനായിട്ട് ഇച്ചിരി വറ്റലും മുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കത് പിന്നെ കടുക് പൊട്ടിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ചേർക്കാം. എണ്ണ ചൂടായി കിടക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഇട്ടതിനകത്തോട്ട് നമുക്ക് ഈ വറ്റൽമുളക് ഇടുന്നതിന് മുമ്പൊന്ന് കടുക് പൊട്ടട്ടെ. കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് വറ്റൽമുളക് അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. കാരണം ശരീരത്തിന് ഏറ്റവും ഗുണമുള്ളൊരു സംഭവങ്ങളാണ് ഓമയ്ക്ക. ഏത് രീതി കഴിച്ചാലും ഓമയ്ക്ക ഒരു ദോഷം ഉണ്ടാകുന്ന സാധനങ്ങളല്ല. നമ്മൾ കടുക് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഓമയ്ക്ക അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇടാം. ഞാൻ എൻ്റെ രീതിയിലാണ്, ഞാൻ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് തോരൻ വയ്ക്കുന്നത്. ഓരോരുത്തരുടെ രീതിയിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് നമുക്ക് ഉപ്പിട്ട് ഇത് ഇരുന്നൊന്നും കാണിക്കാൻ പറ്റത്തില്ലെന്നേ, ഒക്കെയുള്ളത് കാരണം മഞ്ഞപ്പൊടിയും കൂട്ടിട്ട് ഇളക്കി. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ കളറൊന്ന് മാറിയത് കണ്ടോ. ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരി ഇടാം. തേങ്ങാപ്പീരി ഇടുന്നതിന് മുമ്പേ ഞാൻ ഇതിനകത്ത്, എല്ലാവരും ചെയ്യുമെന്നറിയത്തില്ല, പക്ഷെ ഞാൻ ചെയ്യും. ഇതങ്ങോട്ട് ചിക്കി മാറ്റി വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അവിടോട്ട് ഇച്ചിരി ഉഴുന്ന് പരിപ്പിടണം. അപ്പോൾ അത് ആ ഓമയ്ക്കയുടെ കൂട്ടത്തിലൊന്ന് കടിച്ച് കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റാണ്. ഞാൻ ഉഴുന്ന് പരിപ്പിട്ട് കാണിക്കാം. അതെ, ഉഴുന്നിട്ടിട്ടുണ്ട്. ആ ഉഴുന്നൊന്ന് ചെറുതായിട്ട് മൂക്കുന്നുണ്ട്. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് തട്ടിക്കൂട്ട് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് ആ തേങ്ങാപ്പിരിയും ഇട്ട് വയ്ക്കാം. ഇതാ എല്ലാം കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേണ്ട ആ ഓമയ്ക്ക നല്ലോണം വാടിയിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ അത് വാട്ടിയെടുക്കുമായിരുന്നു. ചിലവർ ഓമയ്ക്ക കുടഞ്ഞിട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിക്കും. പക്ഷെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിനകത്തിന് ചേരാനുണ്ട് കാര്യങ്ങൾ. ഉപ്പിട്ടിട്ടില്ല. പിന്നെ അതിൻ്റെ കളറ് മാറാനായിട്ട് നമുക്കൊരു ലേശം മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ ചതച്ചപ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നാലും ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കൊണ്ട്. ഓമയ്ക്ക വെന്തിട്ടുണ്ട്. അതൊരിച്ചിരി ഉപ്പുകൂടി ഇടാം. ഞാനതിനകത്ത് തേങ്ങാപ്പീരി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തീ ഇച്ചിരി ലേശം കൂട്ടിയിട്ടാം. അതൊന്ന് ഇളക്കിക്കൊടുക്കും. അപ്പോൾ ആ ഉഴുന്നും ഈ തേങ്ങാപ്പീരയും ആ ഓമയ്ക്കായും എല്ലാം കൂടെ യോജിച്ചിടും. തേങ്ങാപ്പീരയുടെ പച്ചക്കില്ലേ നമ്മൾ, അതൊന്ന് മാറാനായിട്ട് നേരെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ഇത് കറക്റ്റ് ഇതാണ്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റല്ലേ, ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഓരോ രീതിക്കാണ്. നല്ല വൃത്തിയായിട്ട് അങ്ങനെ ഓമയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്.
അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ കാണുക. വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് പറയുക. ചൂട് കാലമല്ലേ, എല്ലാവരും ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നതാണ് വയറിന് നല്ലത്. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.